അധ്യായം 53 സൈക്കഡുകൾ. ജീവിക്കുന്ന ഫോസിലുകൾ. സൈക്കഡുകൾ എന്നറിയപ്പെടുന്ന ഈ പുരാതന സസ്യങ്ങൾ ദിനോസറുകളുടെ കാലഘട്ടം മുതൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്നതിനാൽ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് വിളിക്കപ്പെടുന്നു. ജുറാസിക് കാലഘട്ടത്തിൽ ഇവ ഭൂമിയിൽ ഏറ്റവും സമൃദ്ധമായി വളർന്നിരുന്നു. മലയാളത്തിൽ ഇവ ഈന്ത് എന്ന പേരിലും അറിയപ്പെടുന്നു. സൈക്കഡ് ചെടികൾക്ക് തനതായ ചില പ്രത്യേകതകളുണ്ട്. പനകളെപ്പോലെ തോന്നുമെങ്കിലും പനകളല്ല. തടിയുള്ള ശാഖകളില്ലാത്ത കാണ്ഡവും മുകളിൽ ആശയവിനിമയം ചെയ്യുന്ന ഇലകളുടെ കൂട്ടവുമാണ് ഇവയുടെ ആകർഷണം. ആൺ-പെൺ ചെടികൾ എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സൈക്കഡുകൾ പൂക്കൾക്ക് പകരം കോണുകൾ ഉപയോഗിച്ചാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. സൈക്കഡുകളുടെ പരിപാലനം. സൈക്കഡുകൾക്ക് താരതമ്യേന കുറച്ച് ശ്രദ്ധ മതിയാകും. നല്ല വളർച്ചയ്ക്ക് അനുയോജ്യമായ പോട്ടിംഗ് മിക്സും പരിപാലനവും ആവശ്യമാണ്. പോട്ടിംഗ് മിക്സ് മണൽ, ചരൽ, പെർലൈറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് എന്നിവയുടെ മിശ്രിതമാണ് സൈക്കഡുകൾക്ക് ഏറ്റവും മികച്ച പോട്ടിംഗ് മിക്സ്. ഇത് വെള്ളം വേഗത്തിൽ വാർന്നുപോകാൻ സഹായിക്കുന്നു. വെള്ളമൊഴിക്കൽ. സൈക്കഡുകൾക്ക് തടിയുള്ള കാണ്ഡത്തിൽ ജലം സംഭരിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ മണ്ണ് പൂർണ്ണമായും ഉണങ്ങിയതിനു ശേഷം മാത്രം വെള്ളമൊഴിക്കുക. സൂര്യപ്രകാശം. സൈക്കഡുകൾക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്, എന്നാൽ ചില ഇനങ്ങൾ തണലിലും വളരും. വളം. വളർച്ചാ സീസണിൽ വസന്തകാലം മുതൽ മഴക്കാലം വരെ കുറഞ്ഞ സാന്ദ്രതയിലുള്ള നൈട്രജൻ അടങ്ങിയ വളം നൽകാം. ഇത് ഇലകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. സൈക്കഡ് ഇനങ്ങളിലെ വൈവിധ്യം. സൈക്കഡുകളിൽ വൈവിധ്യമാർന്ന ഇനങ്ങളുണ്ട്. കേരളത്തിൽ കണ്ടുവരുന്ന ഈന്തിനെ കൂടാതെ ലോകമെമ്പാടുമുള്ള ചില പ്രധാന സൈക്കഡ് ഇനങ്ങളിതാ. സാഗോ പാം, ക്വീൻ സൈക്കഡ്, കാർഡബോയ് സൈക്കഡ്, സാമിയ ഫെർഫുറേഷ്യ, ബോവൂഡ് സൈക്കഡ്. സൈക്കഡുകൾ അവയുടെ മനോഹരമായ രൂപവും പുരാതനമായ ചരിത്രവും കൊണ്ട് ഉദ്യാനപ്രേമികളെ ആകർഷിക്കുന്നു. അപ്പോൾ സൈക്കഡുകളെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മനോഹരവും പുരാതനവുമായ സസ്യങ്ങളെ സംരക്ഷിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളിൽ നിങ്ങളും പങ്കുചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ ജീവിക്കുന്ന ഫോസിലുകളെ സംരക്ഷിക്കാം. നന്ദി. Like, share and subscribe. Thank you.